ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു. അപ്പൊ ഇന്നാണ് എന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്റെ ഫസ്റ്റ് എക്സാം കമ്മ്യൂണിറ്റി ആയിരുന്നു. കമ്മ്യൂണിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. പക്ഷെ ഇന്നത്തെ എക്സാം കുറച്ച് പാടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ എക്സാമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് സെമ്മുകാർക്കും തേർഡ് സെമ്മുകാർക്കും എക്സാം ആയിട്ടുണ്ട്. അപ്പൊ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേച്ചി പഠിച്ചിട്ടൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് സെമ്മിൽ ഇപ്പൊ അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി ആണെങ്കിലും തേർഡ് സെമ്മിലോട്ട് വരുമ്പോൾ മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്, ഇതെല്ലാം അത്യാവശ്യം ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ പാട് ഫസ്റ്റ് സെം ആണ്. പ്രത്യേകിച്ച് അവർ ഫസ്റ്റ് സെമ്മിൽ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പം അവർക്ക് അതിന്റെ കാര്യങ്ങളൊന്നും തീരെ അറിയത്തില്ല. സോ അവർക്കാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ രണ്ടുപേർ കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പം പലരും പറയുന്നുണ്ട് പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അത്യാവശ്യം മിക്ക സെമ്മിലും മിക്ക സബ്ജക്ട്സും നമ്മൾ പഠിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് ഓർമ്മയൊന്നും കാണണമെന്നില്ല. ഇനി അങ്ങനെ ഓർമ്മയുള്ളവര് ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അവസാന മൊമെന്റിലൊക്കെ പഠിക്കാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണയൊന്നും വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ഓർമ്മ വരത്തില്ല. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങളിപ്പോ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഒരു ദിവസം കഴിഞ്ഞിട്ടോ അല്ലെ ഇപ്പൊ ഉച്ചയ്ക്ക് പഠിക്കുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ഏതെങ്കിലും ഒരു ടോപ്പിക്ക്. അപ്പൊ ഞാനത് മറന്നുപോയി എന്ന് എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പോയിട്ട് അതൊന്ന് എടുത്ത് ഒന്നും കൂടെ വായിച്ചു നോക്കണം. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അത് കാണുകയാണ്, വായിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടെ നമുക്കൊന്ന് ഓർമ്മ നിൽക്കും. അപ്പൊ ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. മറന്നൊക്കെ പോകുന്നത് സ്വാഭാവികമാണ്, എല്ലാവരും മറന്നു പോവും. ഈ പറയുന്ന ഞാനും മറന്നു പോവാറുണ്ട്. എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ഇന്നും കൂടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേ ഒരു സിമ്പിൾ ഒരു കരിക്കുലത്തിന്റെ ഡെഫിനിഷൻ ആയിരുന്നു. അവിടെ ഇരുന്നിട്ട് നമ്മൾ ക്ലാസ് ഇരുന്ന് പണ്ടേ നമ്മുടെ ടീച്ചർ പഠിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിന്റെ ഡെഫിനിഷൻ. അങ്ങനെ വരെ നമുക്ക് അറിയാവുന്ന ഒരു സാധനം അത്. പക്ഷെ അവിടെ പോയിരുന്നപ്പം മറന്നുപോയി. അത് നോർമൽ ആണ്, പക്ഷെ മറന്നുപോയിട്ട് എനിക്കങ്ങ് വിഷമമായിപ്പോയി. ആദ്യത്തെ എഴുതായിരുന്ന എസ്സേയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എസ്സേയില് 15 മാർക്കിന്റെ എസ്സേ. അപ്പൊ ആദ്യത്തെ ഒരു സബ് പാർട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡെഫിനിഷൻ ഓഫ് കരിക്കുലം, ഡിഫൈൻ കരിക്കുലം. കരിക്കുലം ഈസ് ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അത്ര എഴുതി വെച്ചോണ്ടിരിക്കുക, ബാക്കിയുള്ളത് ഓർമ്മയില്ല. നടുക്കത്തെ കാര്യം, അവസാനത്തെ കാര്യം ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കിട്ടാത്തോണ്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്തു, ആ ഒരു പോർഷൻ ഫില്ല് ചെയ്തു. പക്ഷെ വേറൊരു ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്തു, ആ ഒരു പോർഷൻ ഓർമ്മ കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വെട്ടിയിട്ട് പോയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി. അപ്പം ഇത് തന്നെ ആർക്കും സംഭവിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച 1-2 ഡെഫിനിഷനിൽ ഒരെണ്ണമാണിത്. അതേ മറന്നുപോയെന്ന് പറയുമ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ മറന്നുപോയെന്നൊക്കെ ഇരിക്കും. മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ ഒപ്പിച്ചെഴുതുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എഴുതുക. അപ്പൊ നമുക്കിപ്പോ മറന്നു പോവോ എന്ന് ഓർത്തിട്ട് പഠിക്കാണ്ടൊന്നും ഇരുന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഗുണമില്ല. മാക്സിമം പറ്റുന്ന പോലെ പഠിച്ച് പോവുക. തീരെ പറ്റുന്നില്ല എന്നുള്ളത് വായിച്ചു വിട്ടു പോവുക. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ളൂ. എക്സാമിന് വരുമ്പം നമുക്ക് മൊത്തത്തിൽ കുറെ കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പൊ അറിയാവുന്നതിൽ നിന്ന്, നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ വരും. അപ്പൊ നമ്മൾ അത് പരമാവധി അവിടെ ഇരുന്നിട്ട് പറ്റണ പോലെ ഓർത്തെടുത്തിട്ട് എഴുതുക. ഇതേ ഉള്ളൂ ഓപ്ഷൻ. എന്റെ ഫസ്റ്റ് സെമിൽ അനാട്ടമി എക്സാമിന് ഇതുപോലെ തന്നെ ലെങ്സ് ആയിരുന്നു ഞങ്ങളുടെ എസ്സേ. സിമ്പിൾ ആണ് ലെങ്സ് ഒക്കെ. ഞാൻ പഠിച്ചത് കൊണ്ട് ഞാനിപ്പോ സിമ്പിൾ ആന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പറയണ എന്താണെന്ന് ചോദിക്കല്ലേ. ലെങ്സ് അത്യാവശ്യം കുഴപ്പമില്ല, പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചിട്ട് പോയതാണ്, കോൺഫിഡൻസിലൊക്കെ പോയതാണ് ലെങ്സ് ഒക്കെ വന്നാൽ എഴുതുമെന്ന്. പക്ഷെ അവിടെ പോയിരുന്നപ്പോ ഇതുപോലെ തന്നെ ലെങ്സ് എഴുതാൻ നേരത്ത് വേറെ ഏതോ ഓർഗന്റെ എടുത്തിട്ട് ഇവിടെ എഴുതി വെച്ച്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് ഇതിന്റെ അല്ലെന്ന്. അപ്പൊ പിന്നെ വെട്ടി കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇറ്റ്സ് നോർമൽ. അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ എഫേർട്ട് ഇട്ട് പഠിക്കുക. ബാക്കിയൊക്കെ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ ചിന്തിക്കാനായിട്ട്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴേ കുളമാക്കരുത്. ടെൻഷൻ നമ്മൾ ഒരുപാട് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീരെ പഠിക്കാനായിട്ട് പറ്റത്തില്ല. എനിക്കൊക്കെ തീരെ ടെൻഷൻ ഇല്ലാത്ത ആളാണ്. തീരെ ടെൻഷൻ ഇല്ലാത്തതൊന്നും പഠിക്കത്തില്ല. ഒരുപാട് ടെൻഷൻ ഉണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, പഠിക്കത്തില്ല. സോ ഒരു മീഡിയം ലെവലിൽ ടെൻഷൻ കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് പഠിക്കാനും തോന്നും, എന്നാ പ്രശ്നവും വരത്തില്ല. സോ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു മെന്റാലിറ്റി ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ബേസിക് ആയിട്ട് ചെയ്യാനുള്ളത്. പിന്നെ സമയം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉറപ്പായിട്ടും സമയമുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ
മാക്സിമം അലമ്പാണ്ട് ഉള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലാസ്റ്റ് മൊമെന്റിൽ എടുത്ത് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അലമ്പി കഴിഞ്ഞാൽ വലിയ സീൻ വരത്തില്ല. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർ അലമ്പെന്ന് കണ്ടിട്ട് നമ്മൾ അലമ്പാനായിട്ട് നിൽക്കല്. ബിക്കോസ് ചിലപ്പോൾ അവര് ഫാസ്റ്റ് ലേണർ ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. മറന്നു പോവുകയാണെങ്കിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇന്നലെ 2 പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നുണ്ട്, എന്ത് ചെയ്യുന്നുള്ള ഒരു കാര്യം. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ഇതുപോലെ തന്നെയാണ്, നമ്മൾ കുറെ കണ്ടീഷൻസ് പഠിക്കും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നമ്മൾ മാക്സിമം ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ പോയിട്ട് എക്സാമിന് എഴുതുക. നമ്മളിപ്പം ഒരു സിസ്റ്റത്തിലെ കുറെ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് വരുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനും ഒക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ബേസിക് ആയിട്ട് നമുക്കിപ്പം സർജിക്കൽ മാനേജ്മെന്റ് നമുക്ക് അധികം തിരിച്ചു പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എക്സാമിന് പോയിട്ട് എന്തായാലും എഴുതാൻ പറ്റും. നിങ്ങളിപ്പോ എല്ലാം കൂടെ പഠിച്ചിരിക്കുന്നോണ്ടാണ് തോന്നുന്നത് എനിക്കൊന്നും അറിയത്തില്ല, അല്ലെ ബ്ലാങ്ക് ആണെന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷെ എക്സാമിന് പോകുമ്പോൾ അത് അത്യാവശ്യം ക്ലിയർ ആയിക്കോളും. അഥവാ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സിസ്റ്റം അറിയാലോ, ഇപ്പൊ റെസ്പിറേറ്ററിയിലെ കുറെ കണ്ടീഷൻ പഠിച്ചു. ഇപ്പൊ റെസ്പിറേറ്ററിയിലെ ഒരു കണ്ടീഷൻ ചോദിച്ചാൽ അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. വേറെ ഓപ്ഷൻസ് ഇല്ല, ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാണ്ട് വിടല്. എന്തൊക്കെ അറിയാവുന്ന എന്തുണ്ടോ അതുപോലെ എഴുതി വെക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ എഴുതുക. എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പേടിച്ചവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു 2.5 മണിക്കൂറാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ പാസ് ആവണോ വേണ്ടേ എന്നുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാലും ചിലപ്പോൾ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പഠിച്ചിട്ട് പോയാലും നമ്മൾ അവിടെ പോയിട്ട് ആ 2.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും നമ്മൾ പാസ് ആവുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്, പാസ് ആവുന്നതൊക്കെ. സോ എല്ലാവരും മാക്സിമം ഉള്ള ടൈം എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ടെൻഷൻ അടിച്ച് കളയരുത്. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തീർന്നെന്നൊന്നും വിചാരിക്കില്ല. ഞാൻ തന്നെ ഇപ്പൊ എത്ര എക്സാമ്പിൾ പറഞ്ഞു. ഇന്ന് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞു, എസ്സേ, അതുപോലെ ഫസ്റ്റ് സെമ്മിലെ കാര്യം പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ഒന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസിനെ ബാധിക്കും. ഇനി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫസ്റ്റ് സെമ്മില് എക്സാം എഴുതാൻ പോകുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പേപ്പറും സമയവും അഡ്ജസ്റ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട്. നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ഷീറ്റ് തരത്തില്ല. അപ്പൊ നമ്മൾ ഉള്ള പേപ്പർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആദ്യം തന്നെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എഴുതി തുടങ്ങാനായിട്ട്. ഇപ്പൊ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിന്റെ കേസ് ആണെങ്കിൽ 50 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിൽ 2 15 മാർക്കിന്റെ എസ്സേ, 5 ഷോർട്ട് നോട്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതണം. അപ്പൊ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കണം. പേപ്പർ അവസാനം എസ്സേ എഴുതി തീർത്തിട്ട് ഷോർട്ട് നോട്ടിന് പേപ്പർ ഇല്ലാണ്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ സമയം നിങ്ങൾ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 9:30 എക്സാം തുടങ്ങുമ്പോൾ 2 എസ്സേ 15 മാർക്കിന്. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് മനസ്സിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് 11 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എസ്സേ വെച്ചോണ്ടിരിക്കത്തില്ല. അപ്പൊ എന്റെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് 11 മണി ആകുമ്പോഴത്തേക്ക് എല്ലാ MCQ 2 എസ്സേയും അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ് ഡൗണും അത് ഇത്രയൊന്നും എഴുതി കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി കഴിയണം എന്നുള്ളതാണ് എന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇന്നാണെങ്കിലും കഴിഞ്ഞ നഴ്സിംഗ് എഡ്യൂക്കേഷന്റെ എക്സാമിന് ഞാൻ 75 മാർക്കിനായിരുന്നു. അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇതിൽ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പക്ഷെ ആ ഒരു ബേസിക് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചേക്കണം. അതുപോലെ അനാറ്റമി ഫിസിയോളജി ഒക്കെ എഴുതുന്നവര് കറക്റ്റ് 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ആ ഒരു സബ്ജക്ട് താത്തു വെച്ചിട്ട് അടുത്ത സബ്ജക്ട് എഴുതാൻ തുടങ്ങിയിരിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പൊ അനാട്ടമി ഭയങ്കര അറിയാന്ന് പറഞ്ഞാൽ അത് മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ പാസ് ആവത്തില്ല. രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 37.5 അതിൽ കൂടുതലോ ആണ് വേണ്ടത്. സോ നിങ്ങൾ 2 സബ്ജക്റ്റും എഴുതിയാൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്കിലോട്ട് എത്താനായിട്ട് പറ്റൂ. സോ ഇത്രയും കാര്യം ബേസിക് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോ വീട്ടിലോട്ട് പോകാൻ പോവാണ്. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കാര്യം കുറച്ച് അലമ്പാണ്. അതുകൊണ്ട് ഉറപ്പൊന്നുമില്ല, മാക്സിമം പറ്റണ പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പണ്ട് അനാട്ടമിയുടെയും അതുപോലെ തന്നെ സോഷ്യോളജിയുടെയും സൈക്കോളജിയുടെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതേണ്ട ഒരു ഫോർമാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.